സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഞാനിന്ന് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് കണ്ട നല്ലതെന്ന് തന്നെ പറയണമല്ലോ അല്ലേ? അതാണല്ലോ നമ്മുടെ അജണ്ട. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടൊരു വാർത്തയാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. അൻസാരി സുഹ്രി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഉസ്താദ് എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഉസ്താദ്. ഇദ്ദേഹം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് പലതവണയും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും പല രീതിയിൽ പല തലങ്ങളിൽ കൂടി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഓൾറെഡി എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അതായത് വളരെ വ്യക്തമായിട്ട് സ്ഫുടമായിട്ടും താൻ പറയുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം ഏതൊരു കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുന്ന, ഒരുപക്ഷെ തൻ്റെ വേഷത്തിൻ്റെയും തൻ്റെ മതത്തിൻ്റെയും തൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ മമ്മൂക്കയെ പോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഈ പറയുന്ന അൻസാരി സുഹ്രിയ എന്ന് പറയുന്ന അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം എന്താണ്? അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഒരു ഉസ്താദ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തലപ്പാവുണ്ട്, അദ്ദേഹത്തിൻ്റെ വെള്ള വസ്ത്രമുണ്ട്. ഈ വസ്ത്രത്തിനെയൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലുക്ക് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതം കണ്ടുകൊണ്ട് വിരളി പിടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സംഘികളുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. ഇനി സംഘികളല്ലെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ആ സംഘികളുടെ മെഴുകലുകളും ആ സംഘികളുടെ വൃത്തികെട്ട കളികളും എല്ലാം ഏക്കപ്പെടേണ്ടി വന്ന അല്ല അതിൻ്റെയൊക്കെ ഇരയാക്കപ്പെടേണ്ടി വന്നൊരു മനുഷ്യൻ കൂടിയാണ് ഈ പറയുന്ന അൻസാരി. അപ്പോൾ ഇദ്ദേഹം പലതരത്തിൽ നമുക്കറിയാം, ഫസൽ കാരാട്ട് എന്ന് പറയുന്ന സംഘികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന സോഷ്യൽ മീഡിയയിലെ സംഘികളുടെ ഒരു പുത്രൻ, അദ്ദേഹം ഈ പറയുന്ന അൻസാരി സുഹ്രി ആലപ്പുഴ എന്ന് പറയുന്ന ആ മനുഷ്യനെ കളിയാക്കുകയും അതിന് മറുപടി എന്നോണം അദ്ദേഹം തിരിച്ച് വീഡിയോസ് ചെയ്യുകയും അദ്ദേഹത്തിന് സുഡാപ്പി അല്ലെങ്കിൽ ജിഹാദി എന്ന പേരുകളൊക്കെ നൽകി അദ്ദേഹത്തിനെ ആദരിക്കുകയും ചെയ്യുന്ന ഈ മക്കളെ, പൊന്നോമന മക്കളെയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ പൊന്നോമന മക്കളുകളൊക്കെ ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു പേരൊക്കെ കൊടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഇവന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ചെയ്ത് കാണിച്ചു കൊടുത്തത്. ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്നത് അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹം അതോടൊപ്പം തന്നെ ചെയ്യുന്നുമുണ്ട്. കിട്ടുന്നതിൽ നിന്നൊരു ഓഹരി നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നൽകുന്നുണ്ട്. അത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു പ്രവർത്തികൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിനിടയിൽ ഒരു 7ഓളം വരുന്ന പലതന്തയ്ക്കുണ്ടായ, തന്ത ആരാണെന്ന് പോലും അറിയാത്ത, വഴിയിൽ കൂടി പോകുന്ന പട്ടിയെ ചൂണ്ടിക്കാണിക്കുന്ന ഈ നായിൻ്റെ മക്കൾ ഒരു പയ്യനെ തല്ലിക്കൊന്നു അല്ലേ? അത് 17 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം ഒരു കൊച്ചനുജനെ തല്ലിക്കൊന്നു. ഇവന്മാർക്ക് പരിപാടി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവൻ മുന്നിൽ നിന്നപ്പോൾ അവൻ്റെ അടുത്ത് എന്തോ മോശമായിട്ട് പറഞ്ഞു. അവൻ്റെ സഹോദരിയും ചേട്ടനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ തിരിച്ച് ഇവന്മാരുടെ അടുത്ത് എന്തോ പറഞ്ഞു. അതിൻ്റെ ഒരു വിദ്വേഷം, അതിൻ്റെ ഒരു ദേഷ്യത്തിൽ മദ്യപിച്ച് നിന്ന തന്തയില്ലാത്തവന്മാർ അവൻ്റെ തലയിൽ നല്ല പട്ടിക കൊണ്ട് അല്ലെങ്കിൽ തടിക്കഷ്ണം കൊണ്ടൊക്കെ അടിച്ച് അവിടെ വെച്ച് തന്നെ തലയോട്ടി രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നൊരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിനെയെല്ലാം പിടിച്ചു മാറ്റാൻ പോലും ആളില്ലാതെ അവനെ അടിക്കാൻ വേണ്ടിയിട്ട് 7ഓളം വരുന്നവന്മാരാണ് ഒരുമിച്ച് അവനെ തറയിലിട്ട് ചവിട്ടിയത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചവിട്ടണം എന്നുണ്ടെങ്കിൽ ഇവന്മാർക്കൊക്കെ കുറച്ച് മുട്ട് വിറയ്ക്കും. അല്ലെ ഇവന്മാർക്കൊക്കെ ഉറപ്പുണ്ടാവില്ല. 4 പേര് കൂടുമ്പോൾ ആണത്തം വരുന്ന, അല്ലെ 2 പേര് കൂടുമ്പോൾ ആണത്തം വരുന്ന ഒരു ടീംസാണ് ഇവന്മാർ. അപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3 പേരും ബാക്കിയുള്ള അതിന് താഴെ പ്രായമുള്ളവന്മാരുമൊക്കെയാണ് ഈ 17 അല്ലെ 18 വയസ്സുള്ള ഒരു പാവം പിടിച്ച പയ്യനെ തല്ലിക്കൊന്നെന്ന് ഓർക്കണം. ആ ഒരു കുടുംബത്തിലെ എല്ലാം ആവേണ്ടിയിരുന്നവൻ, ആർമിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, ആ പയ്യനെ അവിടെ ഇട്ട് പട്ടിയെ തല്ലി കൊല്ലുന്നതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ, അല്ലെ ദയാനകമായിട്ടുള്ള രീതിയിൽ അവനെ അവിടെ ഇട്ട് തല്ലിക്കൊന്നിട്ട് അവരെ പോലീസ് പിടിച്ചു. അവർ വലിയ രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ഇനി തടിച്ചു കൊഴുത്തൊക്കെ വരും. നമുക്കറിയാം ആ ഒരു പയ്യൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ ആ അമ്മ വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ മോനെ ഒന്ന് എഴുന്നേക്കടാ, അമ്മയെ ഒന്ന് നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന കാഴ്ചകളൊക്കെ എല്ലാവരുടെയും നെഞ്ചൊന്ന് ഒലച്ചതാണല്ലേ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇന്ന് ഈ അൻസാരി സുഹ്രി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജ് കിട്ടുന്നു. ആ ഒരു കുടുംബത്തിലൊന്ന് പോകണം, താങ്കൾ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്, എനിക്കും ഇതുപോലൊരു മകനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു അനിയനുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ചേച്ചി മെസ്സേജ് ഇടുന്നതിനെ ഫലമായിട്ട്, അല്ലെ ആ ഒരു മെസ്സേജിന് റിപ്ലൈ എന്നോണം അദ്ദേഹം അവിടേക്ക് പോകുന്നു. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടേക്ക് പോകുന്നു. ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. കൂട്ടുകാരൻ ജയപ്രകാശിനോടൊപ്പം ഹരികൃഷ്ണന്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടോ. ഉസ്താദ് ഹരികൃഷ്ണന്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു നിങ്ങളെ പേജില്? എനിക്കുണ്ട് അതേ പ്രായമുള്ള ഒരു അനിയനെ. പക്ഷെ എനിക്ക് ആ അമ്മ കരയണ കണ്ടിട്ടേ എനിക്ക് വിശ്വസിച്ച് പറയാൻ ഒരാളില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ വീട്ടിലൊന്ന് പോകണം. സാമ്പത്തികമായിട്ട് തീരെ ഇല്ലാത്തൊരു ഇതാണെന്ന് ഞാൻ അവിടെ യൂട്യൂബിലെ കമന്റ് ഒക്കെ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത്. ആ അമ്മ കരയണതൊക്കെ കണ്ടിട്ട് ഒരു സുഖമില്ലേ, അവരോട് പറയണം തോന്നി. കൂടെപ്പറപ്പ് പോയ മാതിരി. അന്യമതസ്ഥനാണ്, എന്നാലും അത് കേൾക്കുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സംസാരിക്കണം ആ പെരയില്. എന്നിട്ട് ആ അച്ഛന്റെ അമ്മന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് എത്തിക്കണം. അപ്പൊ പോണ ഉസ്താദ്, കാരണം എനിക്കൊരു സമാധാനമില്ല. ഞാന് ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം. ആരോട് പറയാൻ വയ്യ.
ഈ എന്തിനായ്മ ടെൻഷനാണ് എല്ലാവരും ചോദിക്കണത്. ആ ചെക്കനെ തന്നെ ഉറക്കത്ത് കാണുന്നത്, കൺമുന്നിൽ നിന്ന് പോവല്ല. പിന്നെ അമ്മയും ഏതും ഞാനിങ്ങനെ കാണലില്ല, പക്ഷെ ഇത് മനസ്സിന്ന് പോവല്ല. എന്തായാലും ആ കുട്ടി പോയി. ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. നിങ്ങളെ കൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടല്ല, പക്ഷെ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ നിങ്ങളൊരു കാരണമായാല് ആയിട്ടുള്ള പ്രാർത്ഥനയിൽ എന്നും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഹരികൃഷ്ണന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ അമ്മയുടെ നിസ്സഹായ അവസ്ഥ, ദയനീയത, ഒരു കൈക്കവർക്ക് സ്വാധീനമില്ല. അച്ഛനാണെങ്കിൽ രോഗാതുരനാണ്, ഉറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ അച്ഛന്റെ അമ്മയുടെയും 2 മക്കളിൽ ഇളയ മോൻ വളരെ പുന്നാരിച്ച് വളർത്തിയതാണ്. 18 വർഷം വരെ, 18 വയസ്സ് വരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചു കൊണ്ടുപോയ മകൻ. അവൻ നന്നായിട്ട് പഠിക്കും, അവനക്ക് ഒരുപാട് മാർക്ക് കിട്ടി, ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി. പകല് പഠിക്കാൻ പോവുകയും വൈകുന്നേര സമയങ്ങളിൽ തൊഴിൽ എടുക്കാൻ പോവുകയും അങ്ങനെ 2 ആൺമക്കൾ കൂടിയാണ് ആ കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ചില തർക്കത്തിൽ അവന്റെ സമപ്രായക്കാരല്ല, അവനേക്കാൾ മുതിർന്ന 50-60 വയസ്സുള്ള മനസ്സിൽ നന്മയുടെ കാരുണ്യത്തിന്റെ ലെവലേശമില്ലാത്ത മനുഷ്യന് വിറകുമുട്ടുകൊണ്ട് തലക്കടിച്ചു എന്ന് മാത്രമല്ല, ആ കൊല്ലപ്പെട്ട ഹരികൃഷ്ണന്റെ മൃതദേഹം അങ്ങനെ കിടക്കുമ്പോൾ ആ മൃതദേഹത്തിന്റെ തലയിൽ നിന്ന് വരെ രക്തസ്രാവം അവസാനിക്കാതെയാണ് ആ പാവപ്പെട്ട 18 വയസ്സുള്ള പൊന്നുമോനെ അടക്കം ചെയ്തു. ഞാൻ ഹരികൃഷ്ണന്റെ വീട്ടിലാണ് അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. 18 വയസ്സ് വരെ ഓമനിച്ച് വളർത്തിയൊരു മകൻ നിഷ്ഠൂരമായി കാപാലികർ കൊലപ്പെടുത്തിയിട്ടു. നമ്മുടെ നാട്ടിലെ അധികാരികൾ, നമ്മുടെ നാട്ടിൽ പണമുള്ളവൻ, സ്വാധീനമുള്ളവൻ, രാഷ്ട്രീയ പിടിപാടുള്ളവർക്ക് അവരുടെ വാർത്തകൾക്ക് വാല്യുള്ളൂ. അല്ലാതെ എത്ര ദിവസം ചർച്ചയുണ്ടായി? ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായോ? കോട്ടെ 24 മണിക്കൂർ വേണ്ട, ഒരു 10 മണിക്കൂർ ആ വിഷയത്തെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായോ? അവനവന്റെ സ്വന്തം മതത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉണരാനും ഉണർത്താനും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തോന്നില്ല? അതാണ് പൊളിറ്റിക്സ് അല്ലേ? പലരും ഉണർത്തണമെന്ന് പറയും, പക്ഷെ ഹരികൃഷ്ണൻ സംസാരിക്കാൻ ഒരാളുമില്ല. ഒരു ദിവസം മാത്രം നീണ്ടു നിന്ന ഒരു ചർച്ച അത് ഒഴിവാക്കി കളഞ്ഞതാണ്. കാരണം ഇതേപോലെ 18 വയസ്സ് ഉസ്താദ് പറഞ്ഞ പോലെ 18 വയസ്സുള്ള ഒരു പയ്യനെ ആറ്റുനൂറ്റ് അച്ഛനും അമ്മയും കൈവെള്ളം കൊണ്ട് നടന്ന ഒരു ഉറുമ്പ് പോലും അതിനെ മറ്റുള്ള പോറൽ പോലും ഏൽക്കാതെ മുന്നോട്ട് കൊണ്ട് ഇത്രയും വളർത്തി വലുതാക്കി ആ ഒരു പയ്യനെ ഇല്ലാണ്ടാക്കിയപ്പോ ആ അച്ഛൻ്റെ അമ്മേനെയും കണ്ണുനീരിനെ കണ്ടില്ലേ? ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ ആ വാർത്തകൾ കണ്ടപ്പോൾ നമുക്ക് ഇതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അത്ര മനസ്സിലായതല്ല. പക്ഷേ ആ ഒരു അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ വാർത്തകൾക്കപ്പുറം, വാർത്തകളെല്ലാം കഴിഞ്ഞു, ഒരു ദിവസം മാത്രം ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ ചിലപ്പോൾ അടിച്ച് കൊന്നവന്മാരല്ല, അടിച്ചവന്മാരൊക്കെ വലിയ ഏതെങ്കിലും പ്രമാണിയുടെ മക്കളോ അല്ലെ ആ ഒരു സ്ഥലത്തെ വലിയ പ്രമാണികളോ ഒക്കെ ആയിരിക്കാം. ഏത് പലതന്തയ്ക്കുണ്ടായവനാണെന്നുണ്ടെങ്കിലും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം. ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാർ, സ്വന്തം തന്ത ആരാണെന്ന് പോലും ചൂണ്ടിക്കാണിക്കാൻ പോലും ഒരാളില്ലാത്തവന്മാർ ആ പാവം പിടിച്ച പയ്യനെ അതിമൃഗീയമായിട്ടും കൊടൂരമായിട്ടും തല്ലിക്കൊന്നിട്ട് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ അല്ലെ, നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളല്ല, നമ്മുടെ നാട്ടിലെ അഹോരാത്രം ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന പല ആളുകളും ഇതിനു വേണ്ടിയിട്ട് കമ്മാവുന്ന രക്ഷണം വേണ്ടിയിട്ടില്ല. പോലീസ് അവന്മാരെ പിടിച്ച് അകത്ത് കൊണ്ടിട്ടുണ്ട്. അവർക്ക് ബിരിയാണിയും ചിക്കനും മട്ടനും ഒക്കെ വെച്ച് നല്ല 4 നേരം മൃഷ്ടാനം വിളമ്പി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അവന്മാരെ നല്ലതായിട്ട് കഴിച്ച് അങ്ങോട്ട് കൊഴുത്തങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഇനിയും അവന്മാരുടെ മുൻപിൽ നിൽക്കുന്ന 2 പേരെ കൂടെ കൊല്ലാനുള്ള ധൈര്യം കൂടി അങ്ങോട്ട് ആക്കി കൊടുക്കണം. അങ്ങനെ കൊന്നാലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം സാർമാർ. അങ്ങനെ ചെയ്താലേ നാളെ നമുക്ക് നല്ല കുറച്ച് ഗുണ്ടകളെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അലുവ അതുലിനെ പോലെ അല്ലെങ്കിൽ ജിം സന്തോഷിനെയൊക്കെ പോലെയുള്ള നല്ല കുറച്ച് ഗുണ്ടകളെ നമുക്ക് വാർത്തെടുക്കാനെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ 50ഓളം വയസ്സ് പ്രായമുള്ള ഈ നായിൻ്റെ മക്കളെയൊക്കെ മകനാവാൻ പ്രായമുള്ള, മകൻ്റെ ഏറ്റവും ഇളയ മകനാവാൻ മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ് ഈ ഹരികൃഷ്ണൻ. പഠിക്കാനും നല്ല മിടുക്കൻ, എല്ലാ കാര്യങ്ങളിലും നല്ല മിടുക്കനായിരുന്ന ഒരു പാവം പിടിച്ച പയ്യനെ അവിടെ ഇട്ട് പട്ടിയെ തല്ലുന്നതിനേക്കാൾ മൃഗീയമായിട്ടും ദയനീയമായിട്ടും കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞതിന് ശേഷവും വാർത്തകൾ ഒരു ദിവസം മാത്രം നിന്നു. വേറെ ഒരു ഭരണാധികാരികളും അവരുടെ വീട്ടിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? പേടിച്ചിട്ടായിരിക്കാം അല്ലേ? ആരെയാണ് പേടി? ഈ 50 വയസ്സുള്ള ഈ നായിൻ്റെ മക്കളെയാണോ പേടി? അതോ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥകൾക്കും മേൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ളൊരു വിചാരം കൊണ്ടാണോ നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാത്തത്? അല്ലെങ്കിൽ നിയമ സംവിധാന വ്യവസ്ഥകൾക്ക് ഒരു വിലയില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാത്തത്? ഇവന്മാരെ ഇനി പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടികെട്ടിയ വക്കീലന്മാർ വേറെ വരും, കൊടികെട്ടിയ വക്കീലന്മാരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ആ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഒരാൾക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആ മകനെ നഷ്ടപ്പെട്ടു, ആ അച്ഛനാണെങ്കിൽ തളർവാദം അല്ലെ തളർന്നൊരു മനുഷ്യനാണ്, അമ്മയ്ക്കും അതേപോലെ തന്നെ വയ്യാത്തൊരമ്മയാണ്. ആ ഒരു സഹോദരനും ഈ പറയുന്ന പയ്യനും കൂടി അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് പാതി പൈസയ്ക്ക് പഠിക്കാനും പോയി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വീടും നോക്കി അങ്ങനെ ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നതാണ്.
അല്ലെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഏതെങ്കിലുമൊക്കെ പാവം പിടിച്ചവൻ്റെ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന, കഠിനമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒന്നുമില്ലാത്തവൻ്റെയൊക്കെ വീട്ടിലുള്ള മക്കൾക്കായിരിക്കും. പണമുള്ളവൻ്റെ മക്കൾക്കും പ്രമാണിമാരുടെ മക്കൾക്കും ഈ പറയുന്ന രാഷ്ട്രീയത്തിലുള്ള അവന്മാരുടെയൊക്കെ മക്കൾക്കും ഇതൊന്നും ഈ ഗതിയൊന്നും വരത്തില്ലല്ലോ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ. നമ്മുടെ പ്രമാണിമാരുടെയോ പണത്തിന് ഒരുപാട് മുൻതൂക്കം നൽകുന്ന, അല്ലെ പണത്തിൻ്റെ പേരിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരുടെയോ അല്ലെ രാഷ്ട്രീയത്തിലുള്ള പാർട്ടികളിലുള്ള ആരുടെയെങ്കിലും മക്കൾക്കോ ഒന്നും ഈ ഗതി വരില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെയൊക്കെ എന്നേ തൂക്കുകയറിലേറ്റ് കൊന്നുകളയും, അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയും. അതുമല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു ആക്സിഡൻറ്റ് കേസാക്കി മാറ്റും. ഇതൊരു സാധാരണക്കാരന് സംഭവിച്ചതായതുകൊണ്ട് തന്നെയും ഇവന് വേണ്ടി ചോദിക്കാനായിട്ട് ഒരു ഫെമിനിസ്റ്റുകളോ അല്ലെങ്കിൽ മെൻസ് കമ്മീഷൻ ഉണ്ടെന്ന് പറയുന്നു. മെൻസ് കമ്മീഷൻ ഒന്നും വന്നിട്ടില്ല. എന്താ, അവന് പ്രായപൂർത്തി ആയിട്ടില്ലേ? പല കാര്യങ്ങളിലും വന്ന് മെഴുകുന്ന മെൻസ് കമ്മീഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഒന്നും വേണ്ട. നിയമത്തിൻ്റെ പരിരക്ഷ ഒരു സൈഡിൽ കൂടെ പൊക്കോട്ടെ, അതിനെപ്പറ്റി നമ്മളൊന്നും പറയുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. പക്ഷേ ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ മുന്നിലേക്ക് നിന്ന് കഴിഞ്ഞാൽ, ഇന്നീ പറയുന്ന അൻസാരി എന്ന് പറയുന്ന ഉസ്താദ് മുന്നിലേക്ക് നിന്നു. ഇതുപോലെ നാളെ ഒരുപാട് ആളുകൾ വരട്ടെ, അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്നത്ര നമുക്ക് സഹായിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ എടുത്ത് പറയുകയാണ്. എന്തായാലും അൻസാരി എന്ന് പറയുന്ന ആ ഒരു ഉസ്താദിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ജാതിയും മതവും ഒന്നും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണാൻ പഠിച്ച ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ ആ ഒരു വീട്ടിലെ സന്ദർശനം നടത്തിയത് ആ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവാം. ഇനിയും ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ആ ചെയ്യുന്നതിൽ കൂടി മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ അല്ലെ ഈ ഒരു കാര്യം ഇനിയും എന്തെങ്കിലും ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്നത് വരെ നമ്മൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.